യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, Hero Jesus, makes us into little heroes. Hero Jesus, Hero Jesus, makes us into little heroes. ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. എന്താ കറമ്പി? വെയിറ്റ് കൂടുതലാണെങ്കിൽ പറയണം. അതെ, നിന്റെ വെയിറ്റ് കാരണം നടുവൊടിഞ്ഞു. ഇനി ഞാൻ കുറച്ചു നേരം നിന്റെ പുറത്ത് കയറിയിരിക്കാം. അയ്യോ, എന്താ കറമ്പി? ഞാൻ ബോഡി വെളുപ്പിക്കാനുള്ള കഷായം കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ബോഡി ഉലയാൻ പാടില്ല. അത് സാരമില്ല, നമുക്ക് വേറെ കഷായം കുടിക്കാം. നോ 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 നോ, അതൊക്കെ അണ്ണനെ ബുദ്ധിമുട്ടാകും. എനിക്ക് ബുദ്ധിമുട്ടായ നിനക്കെന്താ? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമേ. എന്നിട്ടാണോ നീ എന്റെ മുതുകത്ത് കയറിയിരിക്കുന്നത്? അതു പിന്നെ അണ്ണന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോ ഞാൻ എന്തിനാ വെറുതെ നടന്ന് കഷ്ടപ്പെടുന്നത്? അണ്ണൻ എന്തായാലും നടക്കുന്നുണ്ടല്ലോ. എന്നാലും ഞാൻ നിന്റെ പുറത്ത് കയറിയാ നീ ചമ്മന്തിയായി പോകുമെന്ന് സമ്മതിച്ചു തരില്ല അല്ലേ? വെറും ചമ്മന്തി അല്ല, ആക്കച്ചമ്മന്തി. ചിമ്പു, നിന്റെ കളി കാക്കിയോട് വേണ്ട. നിന്റെ കണ്ണി ഞാൻ കൊത്തിപ്പൊട്ടിക്കും. കൊത്തിപ്പൊട്ടിക്കാൻ ഇങ്ങോട്ട് വാ, ആന്തി കേറും ഞാൻ. നീയൊന്നും മിണ്ടാതിരിയടാ ചിമ്പു. ഒരു നല്ല കാര്യത്തിന് പോകുമ്പം ചുമ്മാ ഉടക്കാൻ വരില്ലേ? എന്ത് നല്ല കാര്യം? ആമവൈദ്യരെ വെളുക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ വെളുക്കും, ദേഹം വെളുക്കില്ല. അണ്ണ, ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി ഒന്നും കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മരുന്ന് വലിക്കത്തില്ല. പബ്ലിസിറ്റി കൊടുത്തില്ലെങ്കിലും ഫലിക്കത്തില്ല. ആമവൈദ്യന്റെ അല്ലേ മരുന്ന്. നിനക്കെന്താടാ ആമവൈദ്യരോട് ഇത്ര പുച്ഛം? പുച്ഛമോ? എന്റെ അപ്പൂപ്പന്റെ മന്ത് മാറ്റാന്നും പറഞ്ഞ് ചികിത്സിച്ചിട്ട് എന്തായി? അവസാനം ദേഹം മുഴുവൻ മന്ത് പോലെ നീര് വന്ന് അപ്പം ചത്തില്ലേ? ചത്തില്ലേ പറ. എന്റെ തമ്പു, ആനകള് വൈദ്യരുടെ മരുന്ന് കഴിച്ച് വെളുത്തിട്ടുണ്ട്. ചരിത്രം അങ്ങനെ ഉണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനകള്? വെള്ളാനകള്. മനസ്സിലായില്ലേ? ഐരാവതം.
ശംഭുവണ്ണ, ഇവന്റെ ചിരി ഞരമ്പ് പൊട്ടിയെന്നാ തോന്നേ. എടാ ചിമ്പു, നിന്നെ ഞാൻ ഈ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് ഒരേറ് എറിഞ്ഞാലുണ്ടല്ലോ, നീ അങ്ങ് അറബിക്കടലിൽ ചെന്ന് വീഴും. അണ്ണൻ എൻ്റെ അടുത്ത് ബൗൾ ചെയ്തോ, എന്നാലും ഞാൻ ഈ ആനമണ്ടത്തരം വിശ്വസിക്കില്ല. എടാ മണ്ടച്ചാരെ, പണ്ട് കൊക്കുകൾ എന്നെ പോലെ കറുത്തിരുന്നതാ. ആമ വൈദ്യന്റെ മുതുമുത്തച്ഛൻ ഒരു കഷായം കൊടുത്തു. അത് കുടിച്ചതോടെ കൊക്കുകളൊക്കെ വെളുവെളാന്ന് വെളുത്തില്ലേ. പണ്ടെങ്ങോ ഒരു കൊക്ക് കഷായം കുടിച്ചതിന് എല്ലാ കൊക്കുകളും എങ്ങനെയാണ് വെളുക്കുന്നത്? അതാണ് ഈ കഷായത്തിന്റെ പ്രത്യേകത. വെള്ളെലികള്, വെള്ളമുയലുകള്, വെള്ളപ്പാറ്റകള് എല്ലാം ആമവൈദ്യന്റെ കഷായം കുടിച്ചതാ. എൻ്റെ അമ്മോ, ഒടുക്കത്ത നുണയാണെങ്കിൽ നീ വരണ്ട, ഞങ്ങൾ കുടിച്ചോളാം. വെളുക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വെളുക്കും, കുടുംബം വെളുക്കും. പൊന്നു തക്കുടു, ഇതൊന്നും കഴിക്കരുതെന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ലേ? ടീച്ചർക്ക് ഇഷ്ടല്ലേ, ടീച്ചർ കഴിക്കണ്ട. ഇതൊക്കെ കുട്ടികളുടെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനങ്ങളാ, അതല്ലേ ടീച്ചർ കഴിക്കരുതെന്ന് പറഞ്ഞത്. എടാ കിട്ടു, നമ്മുടെ ക്ലാസ് ടീച്ചർ ഇതൊരു പ്രാവശ്യം കഴിച്ചാലുണ്ടല്ലോ, പിന്നെ ഇത് എപ്പോഴും കഴിക്കും. അത് തന്നെയാ ഇതിന്റെ അപകടം. ഇതൊരു ലഹരി പോലെയാ. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും അത് കഴിക്കണമെന്ന് തോന്നും. നീ എന്താടാ കിട്ടു നിന്റെ അമ്മാമ്മയെ പോലെ സംസാരിക്കുന്നേ? എന്റെ അമ്മാമ്മ പറയുന്നതാ ശരി. നമ്മൾ ഇതുപോലെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു സാധനവും വാങ്ങിച്ച് തിന്നരുത്. ഇതൊരു ചീത്ത ശീലമാണ്. നിന്റെ അമ്മാമ്മയും കുട്ടിയായപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങി തിന്നിട്ടുണ്ടാവും. ഇപ്പോൾ തിന്നാൻ കിട്ടാത്തതിന്റെ കൊതി കൊണ്ട് പറയുന്നതാ. ഇല്ല തക്കുടു, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ അമ്മാമ്മ അന്നും കഴിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ അമ്മാമ്മയ്ക്ക് 90 വയസ്സായിട്ട് ഒരു അസുഖവും ഇല്ലാത്തത്. അപ്പോൾ ടിവിയിലെ പരസ്യങ്ങൾ കാണിക്കുന്ന ചുമ്മാതാണോ? സിനിമാ നടന്മാര് പോലും ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെ വെറും അഭിനയല്ലേ പൊന്നു. കുട്ടികളെ പറ്റിക്കാൻ പരസ്യത്തിൽ ഓരോന്ന് പറയും, നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങളത് കളയാനോ? പൈസ കൊടുത്ത് മേടിച്ചതല്ലേ? പൈസ കൊടുത്തിതൊക്കെ മേടിച്ച് തിന്നാൽ അതിന്റെ 10 ഇരട്ടി ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരും. ചില കുട്ടികൾ ബലൂൺ വീർപ്പിച്ച പോലെ വീർത്തിരിക്കുന്നെന്താ? ടിൻ ഫുഡ് കഴിച്ചിട്ടാ. അതും നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ? അല്ലെന്നേ, പക്ഷെ ഈ വക സാധനങ്ങൾ മേടിച്ച് തിന്നുന്ന ശീലം നിർത്തിയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. നീ എന്തിനാടാ കിട്ടു തക്കുടുവിനെ പേടിപ്പിക്കുന്നത്? തക്കുടു മാത്രമല്ല, നീയും പേടിക്കണം. കൊതിപ്പിച്ച് കൊല്ലുന്ന കൊലയാളി അതൊക്കെ. ഒരു തുറിച്ചു നോട്ടം. നമുക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു തിന്നാലോ? ഇനി ഐസ്ക്രീമും തിന്നണോ? ഐസ്ക്രീം ആർക്കും തിന്നാം. ഫംഗ്ഷനിലൊക്കെ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടല്ലോ. അത് നല്ല ഐസ്ക്രീം ആടാ കൊതിയ. ഐസ്ക്രീമിന് നല്ലതും ചീത്തയുണ്ടോ? ഉണ്ടെന്നേ. ഓടേന്ന് അഴുക്ക് വെള്ളം വരെ കോരി ചില വിരുദ്ധന്മാർ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. ആ ചേട്ടൻ അങ്ങനെയൊന്നുമല്ല. ആ ചേട്ടനെ കണ്ടാൽ തന്നെ അറിയില്ലേ, നല്ല സ്റ്റൈലും തൊപ്പിയൊക്കെ വെച്ച ആള് ഫ്രീക്കനാ. തൊപ്പി തിന്നാൻ പറ്റില്ല, ഐസ്ക്രീം തിന്നാം. കഷ്ടം. തൊപ്പിയും ഐസ്ക്രീമായിട്ട് എന്താടാ ബന്ധം? കളിക്കല്ലേ, ഞാൻ നാളെ ടീച്ചർ അടുത്ത് പറഞ്ഞു കൊടുക്കും. എടി പൊന്നു, നിനക്ക് അടി വേണോ ഐസ്ക്രീം വേണോ? ഇപ്പൊ ഐസ്ക്രീം വേണം, അടി നാളെ മതി കേട്ടോ. എന്നാൽ കിട്ടുമോൻ ചെല്ല്, നാളെ ഒരു അടി കൊള്ളാൻ വേണ്ടി ഞങ്ങൾ ഒരു ഐസ്ക്രീം തിന്നട്ടെ. ഞാൻ ബെറ്റി ഒന്ന് കാണട്ടെ. ഞങ്ങളിനി കൂട്ടില്ല. കൊതിയനും കൊതിച്ചിയും. അയ്യോ പ്രേതം. ഞാൻ പ്രേതമല്ലടാ, ബെറ്റിയാ. നിന്റെ മുഖത്താരാ പെയിന്റ് അടിച്ചത്? ഇത് പെയിന്റ് അല്ല, പിന്നെ സൗന്ദര്യം കൂട്ടാനുള്ള ക്രീമാ. സൗന്ദര്യം എന്തിനാ കൂട്ടുന്നത്? കൊള്ളാം, ബെസ്റ്റ്.
നീ ഒരു മണക്കൂസനാണല്ലോടാ കിട്ടു. നീ പോയത് കഴുകിക്കള ബെറ്റി. എനിക്ക് പേടിയാവുന്നു. കഴുകിക്കളയാനോ? മണ്ടത്തരം പറയാതെ കിട്ടൂ. ഇതെന്ത് ക്രീമാ ആന്റി? ഓ, അതൊന്നും എനിക്കറിയാമേല. ടിവിയിൽ പുതിയൊരു ആഡ് കണ്ടതാ. ഒരു മദാമ ഈ ക്രീം തേച്ചിട്ട് തോവെള്ള കളറായി. മാതാമ പിന്നെ നീഗ്രോയെ പോലെയാണോ ഇരിക്കുന്നത്? അല്ല, അത് പിന്നെ ക്രീം പുരട്ടുന്നതിന് മുമ്പ് മദാമ്മയുടെ മുഖം കരുവാളിച്ചിരുന്നതാ. ക്രീം പുരട്ടിയതിനു ശേഷം വെളുത്തു തുടുത്തു. ക്രീം പുരട്ടുന്നതിന് മുമ്പ് ആന്റി മദാമയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നീ ഒന്ന് പോകുന്നുണ്ടോ? എനിക്കും ബെറ്റിക്ക് നിന്റെ മമ്മിയേക്കാൾ ഗ്ലാമർ ഉണ്ടാവുന്നത് നിനക്ക് സഹിക്കത്തില്ല. അതിന്റെ അസൂയ നിനക്ക്. എന്റെ മമ്മിക്ക് ജനിച്ചപ്പോ തൊട്ട ഒടുക്കത്തെ ഗ്ലാമറാ. അതെങ്ങനെ നിനക്കറിയാം? നീയും നിന്റെ മമ്മി ഒരുമിച്ചാണോ ജനിച്ചത്? അല്ലല്ലോ. എന്റെ അമ്മാമ്മ പറയാറുള്ള ഒരു കാര്യം പറയട്ടെ. എന്താ? വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്. ദേ ചെക്ക, കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തിയാലുണ്ടല്ലോ. ഞങ്ങളുടെ വടക്കേലെ സുമയാന്റി മുടി വളരാൻ ഷാമ്പു തേച്ചിട്ട് അവസാനം മൊട്ടച്ചിയായി. പക്ഷെ ടിവിയിലെ മൊട്ടച്ചി ആ ഷാമ്പു തേച്ചപ്പോൾ ഉപ്പുറ്റി വരെ മുടിയുണ്ടായി. അതെന്താ ആന്റി അങ്ങനെ? പോടാ പോടാ പോ. എടി ബെറ്റി, നീ നിന്റെ അമ്മ പറയുന്ന കേട്ടിട്ട് കണ്ട ക്രീമൊക്കെ വാരി തേച്ചാലുണ്ടല്ലോ നിന്റെ മുഖത്ത് ചൊറി വരും. ഇത് കേട്ടോ മമ്മി? നീ ചെന്ന് നിന്റെ മമ്മിയോട് പറഞ്ഞേക്ക്, ഗ്ലാമർ അവളുടെ കുത്തകയല്ലെന്ന്. കേട്ടോടാ? അയ്യോ എടാ പപ്പിക്കുട്ട, ഇത് ഞാനാടാ. എന്തായാലും കടിച്ചേക്കാം. അയ്യോ എടി ബെറ്റി. പപ്പിക്കുട്ട, അത് മമ്മിയാടാ, അടിക്കല്ലേ. ഒരു കുട്ടി വീടും ഇവരെ കടിക്കാം. മമ്മി വൈദ്യരേ, ആമ വൈദ്യരേ. എന്താ തമ്പൂട്ടനും കറുമ്പിയും കൂടെ? എന്തോ കോളുണ്ടല്ലോ. ഈ തൊരപ്പനും കുഞ്ഞൂട്ടനും എന്തു പറ്റിയതാ വൈദ്യരെ? തൊരപ്പൻ നാട്ടില് കപ്പ കട്ട് തിന്നാൻ പോയതാ. എന്നിട്ട് കപ്പയാണെന്ന് കരുതി മാതിയത് തോട്ടക്കാരന്റെ കാലിൽ. അയാളൊരു ചവിട്ട് വെച്ചു കൊടുത്തു. പിന്നെ കാലൊടിഞ്ഞു പോയി. നീ ചെറുപ്പത്തിൽ നാട് വിട്ടതിലടാ തൊരപ്പ. പിന്നെ എന്തിനാ അറിയാൻ പാടില്ലാത്ത പണി ചെയ്യാൻ പോയത്? കാട്ടില് കപ്പയുണ്ടോ? എന്റെ മുഖ്യാഹാരം കപ്പയല്ലേടി കറുമ്പി. കുഞ്ഞൂട്ടൻ എന്തു പറ്റിയതാ? അവൻ സിംഹത്തിന്റെ മടയിൽ സംഗീതം പഠിക്കാൻ പോയതാ. എന്നിട്ട് പഠിച്ചോ? പഠിച്ചു. കൈക്ക് രണ്ടോട്ടിച്ചിലുണ്ട്. അല്ല, തമ്പൂട്ടനും കറുമ്പിയും വന്ന കാര്യം പറഞ്ഞില്ല. ആമ വൈദ്യനൊരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചെന്ന് കറമ്പി പറഞ്ഞു. അത് ഏത് മരുന്നാ? വെളുക്കാനുള്ള മരുന്ന്. തമ്പുവാട്ടൻ വെളുക്കാൻ പോവാണോ? അതേടാ കുഞ്ഞൂട്ടാ. കുടുംബം വെളുക്കാതെ നോക്കണം. ഞാനേ വൈദ്യർക്ക് ഫൂസ് കൊടുത്ത് മടുത്തു. എടാ, പാല് തരുന്ന കൈക്ക് തിരിഞ്ഞ് കൊത്തിയാറുണ്ടല്ലോ, നിന്റെ മറ്റേ കാല് കൂടി ഞാൻ തല്ലി ഒടിക്കും. അപ്പോൾ ഡബിൾ ഫീസ് വാങ്ങാമല്ലോ. ഐഡിയ കൊള്ളാലോ വൈദ്യരെ. വൈദ്യരല്ലാതെ ഇവനെ ചികിത്സിക്കോ? വെളുക്കാനുള്ള മരുന്ന് തരാം, പക്ഷേ ദേഹം അനങ്ങാൻ പാടില്ല. ദേഹം അനങ്ങിയ മരുന്ന് ഫലിക്കില്ല. അതൊക്കെ കറമ്പി എന്നോട് പറഞ്ഞിട്ടുണ്ട്. കറുമ്പി ദേഹം അനങ്ങാറുണ്ടോടി? ഇല്ല വൈദ്യര്, ഞാനിപ്പോ ആനപ്പുറത്തല്ലേ സഞ്ചാരം. അപ്പോ മുട്ടയിടാൻ എന്ത് ചെയ്യും? ആനപ്പുറത്തിരുന്ന മുട്ടയിട്ട പൊട്ടിപ്പോയില്ലേ? മുട്ട മാത്രമല്ല, ഞാനൊരു ചവിട്ടിയ നീയും പൊട്ടിയ മുട്ട പോലെ ആവും. എന്നെ ചവിട്ടിയ ഞാനും ചവിട്ടും. വേണ്ടതൊരുപ്പാ, ആനയുടെ കാലൊടിയും. ഇപ്പോൾ നിന്റെ കൈ മാത്രമേ ഒടിഞ്ഞിട്ടുള്ളൂ, ഇനി കാല് കൂടി ഒടിയണോ? അയ്യോ വേണ്ടേ. എന്നാ അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോ. വൈദ്യര്, വേഗം തമ്പൂര മരുന്ന് കൊടുക്ക. എനിക്ക് ഈ ആന വെളുക്കുന്നത് കാണാൻ കൊത്തിയായി. പെട്ടെന്ന് വെളുക്കണമെങ്കിൽ വൈറ്റ് പെയിന്റ് അടിക്കേണ്ടി വരും. എനിക്ക് തിരക്കൊന്നുമില്ല വൈദ്യരെ, ചാവുന്നതിന് മുമ്പ് ഒന്ന് വെളുത്ത് കണ്ടാ മതി. തമ്പൂനെ, വെളുക്കാൻ എന്താ ഇത്ര ബുദ്ധി? അയ്യാ, ആ വെള്ളക്കടവയ്ക്കും കൊക്കിനുമൊക്കെ എന്താ ഒരു ജാട. അതൊക്കെ എന്റെ മുത്തുമുത്തച്ഛൻ മരുന്ന് കൊടുത്ത് വെളുപ്പിച്ചതല്ലേ.
കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തമ്പുവണ്ണ, ഇവര് പാരമ്പര്യമായിട്ട് വെളുപ്പിക്കുന്നവരാ. അപ്പോ വെളുത്ത പക്ഷികളെയും മൃഗങ്ങളെയും ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ലായിരുന്നു? കംപ്ലീറ്റ് കറുപ്പായിരുന്നു. കളിയാക്ക്. ഈ തമ്പ് വെളുത്ത് കഴിയുമ്പോഴേക്കെങ്കിലും നീയൊക്കെ പരിഹാസം നിർത്തുമല്ലോ അല്ലേ? തമ്പൂട്ടിനിത് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോ. ഇനി ദേഹമിളകാതെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുത്തോ. എന്നാ നമുക്ക് പോയാലോ തമ്പുവണ്ണ? നീ എങ്ങനെ വരും? ഞാൻ തമ്പുവണ്ണന്റെ പുറത്ത് കയറിക്കൊള്ളാം. നോ നോ നോ, എന്റെ ദേഹമിളകും. ഞാൻ കയറിയാൽ എങ്ങനെയാ തമ്പുവണ്ണ ദേഹമിളകുന്നത്? നീ നടന്നു വന്നോ, റിസ്ക് എടുക്കാൻ മേല. ഇതാ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. കറുമ്പൻ. ഇതാര്? വെള്ളാനയോ? ഞാൻ സുന്ദരക്കുട്ടനായോടി കറുമ്പി. കറുമ്പിയോ? നീ എന്നെ കറുമ്പിന്ന് വിളിക്കല്ലേ തമ്പുവണ്ണ? ഞാനിപ്പോൾ വെളുമ്പിയല്ലേ? സോറി വെളുമ്പി, ഞാൻ സുന്ദരക്കുട്ടനായോ എന്ന് പറ. പിന്നല്ലാതെ, തമ്പുവണ്ണനായിപ്പോൾ ഈ കാട്ടിൽ ഏറ്റവും സുന്ദരൻ. ഞാൻ സുന്ദരിയായോ തമ്പുവണ്ണ? സുന്ദരിയായോന്നോ? നമ്മുടെ സുന്ദരി പോലും നിന്നെ കണ്ടാൽ നാണിച്ചു പോകും. അപ്പോൾ കാട്ടിലെ സുന്ദരിയായ പക്ഷി ഞാൻ, സുന്ദരനായ മൃഗം തമ്പുവണ്ണൻ. ഗുഡ് മോർണിംഗ് കിട്ടു. വെരി ഗുഡ് മോർണിംഗ്. കിട്ടു, എന്നെ മനസ്സിലായോ? ഇല്ലേ. ഞാൻ തക്കുടിന്റെ വീട്ടിലെ കോഴിയാ. ആണോ? തക്കുട് സ്കൂളിൽ പോവാൻ റെഡിയായോ? അപ്പൊ കിട്ടു ഒന്നും അറിയില്ലേ? ഇല്ല. എന്താ കോഴി? ഇന്നലെ രാത്രി സുമാർ ഒരു 11 മണിയായി കാണും. ഞാൻ ഉറക്കമുണർന്ന് പാതിരാ കൂവ് കൂവാൻ വേണ്ടി റെഡിയാവുകയായിരുന്നു. അപ്പോഴുണ്ട് തക്കുട് ഒറ്റ കരച്ചിലാ. കരച്ചിലെന്ന് പറഞ്ഞ തൊണ്ട കീറിയുള്ള കരച്ചിൽ. എന്താ കാര്യം? ചെക്കന് വയറുവേദന. അപ്പോൾ തന്നെ പപ്പ കാറെടുത്ത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കോഴിയുടെ പപ്പയോ? ഛേ, എന്റെ പപ്പയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ. തക്കുടുവിന്റെ പപ്പ. അവന്റെ ഫുഡിങ് ശരിയല്ല, അതാ പ്രശ്നം. കാലത്ത് പെണ്ണുങ്ങൾ കോഴിക്കോടിന്റെ അടുത്ത് വന്നും സംസാരിക്കുന്നത് കേട്ടതാ. അവനെ കണ്ട പാക്കറ്റിലൊക്കെ വരുന്ന ചവറ് സാധനങ്ങൾ വാങ്ങി തിന്നാറുണ്ടല്ലോ, അതാ കുഴപ്പമായത്. അത് കുഴപ്പമാവും. ഞാൻ അവനോട് പല തവണ പറഞ്ഞതാ. ആ പൊന്നോനെയും ആശുപത്രിയിൽ കൊണ്ടുപോയി. ഓഹോ, അവൾക്കും അത് തന്നെയാണോ പ്രശ്നം? അതേ കിട്ടൂ, 2 എണ്ണത്തിന്റെയും തടി ഏടായെന്നാ ഡോക്ടർ പറഞ്ഞത്. 2 ആളെ അഡ്മിറ്റ് ചെയ്തെന്ന് കോഴിക്കറിയോ? അഡ്മിറ്റ് ഒന്നും ചെയ്തില്ല, പക്ഷേ കണ്ടതൊക്കെ മേടിച്ച് തിന്നുന്ന ചീത്ത ശീലം നിർത്തിയില്ലെങ്കിൽ ചത്ത് പോകുന്ന ഡോക്ടർ പറഞ്ഞു. എന്നാ കോഴി പൊക്കോ, ഞാൻ അവരെ ഒന്ന് കാണട്ടെ. കിട്ടൂ, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഞാൻ യാത്ര ചോദിക്കുകയാണ്. കോഴി എന്താ അങ്ങനെ പറഞ്ഞത്? തക്കുടൂനെ കാണാനാണെന്നും പറഞ്ഞ് കോഴിയിറച്ചി കൊതികനായ അവന്റെ ഒരു അങ്കിൾ വന്നിട്ടുണ്ട്. അതിന് കോഴി എന്തിനാ പേടിക്കുന്നത്? അവർ ബ്രോയിലർ ചിക്കൻ വാങ്ങിച്ചോളും. ഇല്ല കിട്ടൂ, അങ്ങേർക്ക് നാടൻ കോഴിയെ തന്നെ വെട്ടി വിഴുങ്ങണമെന്നാ പറയുന്നത്. കോഴിക്കൂട്ടിൽ വേറെയും കോഴികൾ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷേ ഇറച്ചിക്കൊതിയൻ എന്നെ ചൂണ്ടിയാ പറഞ്ഞത് ഇവനെ ഇന്ന് പൂശാന്ന്. കോഴിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. നിന്റെ വീട്ടിലെ കോഴികളും വയസ്സായല്ലോ ചാവുന്നത്. അതല്ല, തീറ്റയുടെ കാര്യത്തിൽ എല്ലാവരും കണക്കാ. എല്ലാവർക്കും തിന്നാൻ വേണ്ടി കോഴികളുടെ ജീവിതം ഇനിയും ബാക്കി മക്കളെ, ബാക്കി. അതെന്താ 2 ആളും ഇവിടെ വന്നിരിക്കുന്നത്? വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. അപ്പോൾ കിട്ടു വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? തക്കടൂന്റെ വീട്ടിലെ കോഴി പറഞ്ഞു. കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നിട്ടും ആ കോഴിക്കൊരു അസുഖവുമില്ല. തക്കുടു, കോഴികളെ കുറ്റം പറയണ്ട. തടി കേടാവുന്നതൊന്നും കോഴികൾ തിന്നാറില്ല. കുട്ടികളെ കൊതിപ്പിക്കാൻ വേണ്ടി അവന്മാർ ഓരോന്ന് കണ്ടുപിടിക്കും. ഭയങ്കര ടേസ്റ്റും. പിന്നെ എങ്ങനെയാ തിന്നാതിരിക്കുന്ന? ഞാനും കുട്ടിയല്ലേ, പക്ഷെ ഞാനതൊന്നും തിന്നില്ലല്ലോ. ഇനിയൊരു കാര്യം ചെയ്താൽ മതി. ആ പാക്കറ്റുകൾ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുക്കളും തേളുകളും വണ്ടുകളുമാണെന്ന് വിചാരിച്ചോ, പിന്നെ തിന്നാൻ തോന്നുമോ? അയ്യേ, ഒന്നും മിണ്ടാതിരിടാ. ഇനി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പാക്കറ്റുകൾ കാണുമ്പോൾ ഇതുപോലെ അയ്യേ എന്ന് പറഞ്ഞാൽ മതി. ഇനി ഞങ്ങൾ അതൊന്നും തിന്നില്ല കിട്ടു. എന്നാലും ഞങ്ങളിപ്പോൾ രോഗികളാ.
സ്കൂളിൽ പോകാനും പറ്റുന്നില്ല. ഉണ്ണീശോയോട് പ്രാർത്ഥിക്കുക, അസുഖങ്ങളെല്ലാം വേഗം മാറും. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. കിട്ടുപോയിക്കോ, ബെല്ലടിക്കാറായി. ബെറ്റി സാധാരണ ഗേറ്റിൽ വന്ന് നിൽക്കാറുള്ളതാണല്ലോ, ഇന്ന് എന്ത് പറ്റി? ബെറ്റി ഞാൻ വന്നു. കിട്ടു പൊക്കോ, ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? അതെന്താ? എനിക്ക് സുഖമില്ല. എന്താ അസുഖം? അതെന്തിനാ കിട്ടു അറിയുന്നത്? ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ. എന്നെ കണ്ടാ കിട്ടു പേടിക്കും. ഞാൻ പേടിക്കില്ല, നീ വാതിൽ തുറക്ക്. അയ്യോ, ഇതെന്താ പറ്റി? നിന്റെ മുഖത്തിന് എന്ത് പറ്റി? സൗന്ദര്യം കൂട്ടാൻ വേണ്ടി മമ്മി ക്രീം പുരട്ടിയതാ, മുഖം പൊള്ളിപ്പോയി. എന്നിട്ട് മമ്മി എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട് കിട്ടു. ഇപ്പൊ ആന്റിക്ക് എന്നെ മമ്മിയേക്കാൾ ഗ്ലാമർ ഉണ്ട്. സൂപ്പർ. കളിയാക്കല കിട്ടു. കളിയാക്കിയതല്ല ആന്റി, പക്ഷേ നീഗ്രോ ആയി പോയെന്ന് മാത്രം. മമ്മിക്കത് കിട്ടണം, ഇത് തന്നെ കിട്ടണം. ഒരബദ്ധം ആർക്കും പറ്റില്ലേ ബെറ്റി? എന്തോ ഒരബദ്ധോ? ടിവിയിൽ ഏത് പരസ്യം കണ്ടാലും അമ്മ അത് പരീക്ഷിക്കാറില്ലേ? ഇപ്പോഴാ ഫുൾ A+ കിട്ടിയത്. നീ ഇതാരോടും പറയല്ലേ കിട്ടു. ഇല്ല, പക്ഷെ ആന്റി എനിക്ക് വാക്ക് തരണം. എന്താ കിട്ടു? ഇനിയെങ്കിലും ഉണ്ണീശോ തന്ന സൗന്ദര്യം കൊണ്ട് തൃപ്തിപ്പെട്ടോളാമെന്ന്. വാക്ക്. ഇനി ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ല. പോരെ? മതി, എന്നാൽ ഞാൻ പോട്ടെ. സ്കൂളിലൊന്നും പറയല്ലേ കിട്ടു? ഇല്ലെന്നേ, രണ്ടാളും കഥ കടച്ചിരുന്നോ. എന്താ ചിമ്പ? കിട്ടൂന്ന് വെള്ളാനയെയും വെള്ളക്കാക്കയെയും കാണണോ? വെള്ളാനയും വെള്ളക്കാക്കയുമോ? അതേ കിട്ടൂ. നമ്മുടെ തമ്പും കറുമ്പിയും ആമവൈദ്യന്റെ മരുന്ന് കഴിച്ചു തുടുത്തു വെളുത്തു. ഒന്ന് പോ ചിമ്പ, വെറുതെ കളി പറയാതെ. അയ്യോ, ഞാൻ കളി മറന്നതല്ലെന്നേ, നിനക്ക് കാണണമെങ്കിൽ വാ. എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. വാ. എന്റെ പുറകെ പോരെ. ഇതെന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? പിന്നെ വെള്ളാനയും വെള്ളക്കാക്കയും ഇപ്പോൾ ഒരു ഗുഹയിലാ താമസം. ഗുഹയിലോ? അതെന്താ? വെളുപ്പ് കണ്ടിട്ടേ ആരെങ്കിലും കണ്ണു വെച്ചാലോ? വെള്ളാനേ, വെള്ളക്കാക്കേ, ഇറങ്ങി വാന്ന് പറ. വെള്ളാനേ, വെള്ളക്കാക്കേ, ഒരു ഗസ്റ്റ് ഉണ്ട്, ഇറങ്ങി വാ. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ വരില്ല. കിട്ടു കണ്ണു വെക്കില്ല, പോരെ. നീ ഞങ്ങളെ നാണം കെടുത്താനാണോടാ കിട്ടുവിനെ വിളിച്ചുകൊണ്ട് വന്നത്? നാണം കെടുത്താനോ? അതെന്താ വെളുമ്പി അങ്ങനെ പറഞ്ഞത്? ഞാൻ വെളുമ്പിയൊന്നുമല്ല, എന്നെ കറുമ്പീന്ന് വിളിച്ചാ മതി. കണ്ടോ കണ്ടോ, വെളുത്തിട്ടും ആ ഒരു വിനയം കണ്ടോ. ഞാൻ അങ്ങോട്ട് വന്നാലേ നിന്നെ തൂക്കിയെടുത്ത് പുറത്തേക്കെറിയും. കിട്ടു, പൊക്ക കിട്ടു. ഇല്ല, നിങ്ങൾ വരാതെ ഞാൻ പോവില്ല. വേഗം പൊക്കോട്ടോ, ബെല്ലടിക്കും. ബെല്ലടിച്ചോട്ടെ, എന്നാലും നിങ്ങളെ കണ്ടിട്ടേ ഞാൻ പോവൂ. മര്യാദയ്ക്ക് വേഗം ഇറങ്ങി വന്നോ. എന്നാ ശരി, ഞങ്ങൾ വരാം. അയ്യേ മൊട്ടച്ചി കുറുമ്പി, തമ്പുവിന്റെ തുമ്പിക്കൈ സൂപ്പർ അല്ലേ? അപ്പോൾ രണ്ടാളും നാണക്കേട് കാരണം ഒളിച്ചിരുന്നതല്ലേ? അതേ കിട്ടു, ആമവൈദ്യരെ ചതിച്ചതാ. എന്തിനാ വെറുതെ ആമവൈദ്യരെ കുറ്റം പറയുന്നത്? ഉണ്ണീശോ തന്ന സൗന്ദര്യം കൊണ്ട് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇനി വെള്ളാനയും വെളുമ്പിയും ഗുഹയിൽ കയറി ഒളിച്ചിരുന്നു. തമ്പു, കറമ്പി, വേണ്ട, ഒന്നും ചെയ്യണ്ട. ഈ ഭൂമിയിൽ കോടാനുകോടി സസ്യജന്തു ജീവജാലങ്ങളുണ്ട്. ഒന്നിനെ പോലെയല്ല മറ്റൊന്ന്. രൂപത്തിലും ഭാവത്തിലും എല്ലാ തരത്തിലും അവർ വ്യത്യസ്തരാണ്. മരങ്ങളുടെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാം പച്ചയാണ്. പക്ഷെ ഒരു പച്ച പോലെയാണോ മറ്റൊരു പച്ച? അല്ല, എല്ലാ പച്ചകളും വ്യത്യസ്തമാണ്. ഇത്രയും അത്ഭുതം ദൈവത്തിന്റെ സൃഷ്ടികളിലല്ലാതെ മറ്റെന്തിലാണുള്ളത്? ശാസ്ത്രം പുരോഗമിക്കുന്നു.
അതെന്താ നിങ്ങൾ ഓർക്കാതിരുന്നത്? മനുഷ്യന്റെ ചിന്തകൾ മാറുന്നു, സംസ്കാരം മാറുന്നു, എന്നിട്ടും ദൈവത്തിന്റെ പദ്ധതികൾ മാത്രം മാറ്റമില്ലാതെ തുടരുന്നു. എനിക്കും എന്റെ മോൾക്കും സൗന്ദര്യം കൂടണമെന്ന് ഞാൻ ആശിച്ചു പോയത് തെറ്റാണോ? ഞാൻ വെള്ളയാനയാവാൻ മോഹിച്ചത് തെറ്റാണോ? ഞാൻ വെള്ളക്കാക്ക ആകാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? ഞാനും പൊന്നും കൊതിയനും കൊതിച്ചുപോയത് തെറ്റാണോ? നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ന്യായമാണ്. അതിന്റെ ഉത്തരങ്ങളും നിങ്ങളുടെ ദേഹത്ത് തന്നെയില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. തെറ്റുപറ്റാത്തത് ദൈവത്തിന് മാത്രമാണ്. ഞങ്ങൾക്കത് മനസ്സിലായി മിഖായൽ. ഇപ്പൊ സ്കൂളിൽ പോലും പോവാൻ പറ്റാതായി. മിഖായൽ ഇവരെ സഹായിക്കണം, സഹായിച്ചേ പറ്റൂ. തെറ്റ് സ്വയം ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഹായ്, ഉണ്ണീശോയെ ഞങ്ങളെ നന്ദി അറിയിക്കണേ മിഖായൽ. തീർച്ചയായും. ഇനി എല്ലാവരും സന്തോഷത്തോടെ പൊക്കോ. കൂട്ടുകാരെ, സൗന്ദര്യം മനസ്സിന്റെ തോന്നലാണ്. ജീവിതം സുന്ദരമാക്കാൻ നിങ്ങളുടെ എല്ലാ ചിന്തകളും ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്.